ഹായ് നോക്കൂ, ട്രിവാൻഡ്രം കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. നോക്കിയേ, അവിടുത്തെ ചെടികളൊക്കെ വാങ്ങാൻ നല്ല തിരക്കാണ്. കാണാനാണെങ്കിലോ പ്രകൃതി രമണീയമായ സ്ഥലവുമാണ്. ഞങ്ങളിവിടെ വന്നിട്ട് 5 മിനിറ്റേ ആവുള്ളൂ. അപ്പോഴും കാണുന്ന ഈ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയും നല്ല തിരക്കാണ്. വണ്ടിയൊക്കെ താഴെ ഇറങ്ങി. ഒരു ദിവസം ചുറ്റിയാൽ തീരാത്ത ഏരിയയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ചെടികൾക്ക് വളരെ റേറ്റ് കുറവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളും വന്നത്. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ യഥാർത്ഥ എൻട്രോ ചെയ്യുന്ന വഴി. നമുക്കിവിടെ നിന്ന് ഇടതോട്ടാണ് പോകേണ്ടത്. ഈ ഇടതോട്ട് മാറിയാണ് നമുക്ക് ഈ താഴെ ചെല്ലാനുള്ളത്. ഒരുപാട് പൂക്കളും ചെടികളൊക്കെ വാങ്ങാനും എടുക്കാനൊക്കെ പറ്റും. എന്തായാലും ഞങ്ങളുടെ ബൈക്ക് ഈ സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട്. താഴെ എന്തായാലും കൊണ്ടുപോകുന്നില്ല. നമുക്ക് ഈ വഴിയിൽ നടന്നു പോയാൽ കുറച്ച് നല്ല സ്ഥലങ്ങൾ, ആ ഒരു പ്രകൃതിയായിട്ടുള്ള ആ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നടന്ന് താഴോട്ട് ഇറങ്ങാം. ഇതിലേക്കാണ് ബൈക്കൊക്കെ പോകുന്നത്. ഞങ്ങളെ ബൈക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, സേഫ്റ്റിയാണ്. അപ്പോൾ ഇതിലേ നമുക്ക് താഴോട്ടാണ് നടന്ന് ചെല്ലേണ്ടത്. കണ്ടോ, ഇത് നല്ല തിരക്കാണേ. ഇവിടെ നിന്നാണ് ചെടികളുടെ തുടക്കം കുറിക്കുന്നത്. നല്ല ഇലച്ചെടികളും നല്ല പച്ചപ്പാർന്ന കളറിൽ നിൽക്കുന്ന പല വെറൈറ്റി ചെടികളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്താ ഒരു കലയെന്നറിയോ, നോക്കിയേ, ഒരുപാടുണ്ട്. ഇതിൻ്റെ ഒരു ഘട്ടമാണ്. അടുത്ത ഘട്ടമായിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പല സൈസിലെ ചെടികളും പല സെക്ഷനുകളിൽ കാണാം നമുക്ക്. എന്തായാലും ഓരോ സൈഡ് നോക്കി നമുക്ക് പോകാം. നല്ല വിലക്കുറവിലാണ് നമുക്കിവിടെ നിന്ന് ചെടി വാങ്ങാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ ചെടികൾ ഇവിടെ നിന്ന് ഒരുപാട് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഞങ്ങളിത് ആദ്യമായിട്ട് വരുന്നതാണ്. എന്തായാലും നല്ലൊരു അനുഭവമാണ്. ഒരുപാട് ചെടികൾ ഒരുപാട് ഐറ്റങ്ങളായിട്ട് പല തരത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഐറ്റങ്ങളാണ് നമ്മൾ നോക്കിയേ, എന്താ കളറെന്നറിയോ, നല്ല കളർ. ഇതിനൊക്കെ വില കുറവായിരിക്കും. ഇവിടെ റേറ്റ് എഴുതി വെച്ചിട്ടില്ല. നല്ല ഒരുപാട് കളറുള്ളതുണ്ട് കേട്ടോ. വെറൈറ്റി നല്ല സൂപ്പർ സംഭവങ്ങളാണ്. ഡാലിയയുടെ കളറാണിത്. ഇതിൻ്റെ പേരൊക്കെ വേറെ ഏതായിരിക്കും. എന്നാലും ഒരുപാട് നല്ല, ഇതിൻ്റെയൊക്കെ റേറ്റൊന്നും നമുക്കറിയാൻ വയ്യ. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കോഴിവാലൻ പൂവിൻ്റെ കളറുകളാണ്. കുഞ്ഞിലേ പൂക്കുന്ന, കുഞ്ഞിലേ പൂക്കും, അതത്ര അല്ല. ഇതാണ് ഒരുപാട്. ഇവിടെ കുഴിപ്പള്ളമായ സ്ഥലമാണ്. അതാണ് കുഴിപ്പള്ളം ഗാർഡനായി മാറിയത്. അങ്ങനെ തട്ടായിട്ടാണ് ഇവിടെ നാസ്തകലി ചാറേ. അതുപോലെ ചെടികൾ ലോഡ് കയറ്റുന്നത് കണ്ടോ വണ്ടിയിൽ. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ടാണ് ഈ റോസകളെല്ലാം വെച്ചിരിക്കുന്ന ഏരിയ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. അറിയണ്ട പേരയ്ക്ക, ചെറിയ വാഴ കുഞ്ഞിലെ പിടിക്കും കേട്ടോ. ഇതൊക്കെ നല്ല വെറൈറ്റി അല്ലേ. റോസകൾ 10 രൂപ തൊട്ട് തുടക്കമുള്ളതാണ്. അങ്ങനെ 40 രൂപ, 60 രൂപ, അങ്ങനെ പല കണക്കാണ് റോസകളുടെ വില. ഒരുപാട് നല്ല വെറൈറ്റി ഉണ്ട്. അടിപൊളി റോസാപ്പൂണ് കേട്ടോ. നോക്കിയേ, ഓരോ വലിപ്പങ്ങൾ കേട്ടോ. അതുപോലെ ഓരോ ഐറ്റങ്ങൾ, പുതിയ ഐറ്റങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന റോസാ ചെടികൾ വാങ്ങാൻ പറ്റും. അത്ര കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പഴയ മോഡലും പുതിയ മോഡലായിട്ട് ഇറങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള റോസാപ്പൂക്കൾ ഇവിടെ കാണാം. ഇതവിടെ നിരത്തി കുറേ വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല വിലക്കുറവിൽ വാങ്ങാനും പറ്റും. എന്തായാലും നല്ല ഒരു കാഴ്ചയിലാണ് ഇവിടുത്തെ ഗാർഡൻ. കുഴിപ്പള്ളം ഗാർഡൻ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡനാണ്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വരണം നിങ്ങളെല്ലാവരും. ചെമ്പരന്തിപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്നു. നോക്കിയേ, കൊള്ളാം. അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ പിച്ചിപ്പൂ പോലെ പടർന്നു പൂക്കുന്ന ഒരു ചെടിയാണ്. പൂവുള്ളതുണ്ട് ഞങ്ങളവിടെ ഇപ്പോഴും. ഇവിടെ തെച്ചിത്തൈകൾ മാത്രം വെച്ചിട്ടുള്ള പ്ലാന്റാണ്. തെച്ചിത്തൈകളെന്ന് പറഞ്ഞാൽ പലതരം വെറൈറ്റിയിലുള്ള തെച്ചിത്തൈകൾ നമുക്കിവിടെ കാണാം. നല്ല പൂവിട്ട് നിൽക്കുന്ന തെച്ചികളും. നോക്കിയേ, ഈ കാണുന്ന പ്ലാന്റ് മൊത്തത്തിൽ തെച്ചിയാണ്. നല്ല വെറൈറ്റി സംഭവങ്ങളാണ് എല്ലാം ഇവിടെ ഉള്ളത്. അത് പൂക്കളിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി വിരിഞ്ഞ് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. എല്ലാത്തരം കളറിലെയും ഇവിടെ കാണും കേട്ടോ. എന്തായാലും കൊള്ളാം. അടുത്ത് നമുക്ക് താമരക്കുളം കാണാൻ പോകണം. അപ്പോൾ താമരക്കുളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആമ്പലാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കിയേ, നല്ലൊരു ആമ്പൽ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അതുപോലുള്ള ചെറിയ ടാങ്ക് കെട്ടിയാണ് ഇവിടെ ആമ്പൽ വളർത്തിയിരിക്കുന്നത്. അതുപോലെ തൊട്ടടുത്തോട്ട് കുളമൊക്കെ ഉണ്ട്. അവിടെയും ആമ്പലാണ് നട്ടിരിക്കുന്നത്.
അതിൻ്റെ ലാസ്റ്റ് ഏരിയയിലായിരിക്കും ഈ താമര നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ക്യൂട്ട് കളറിലുള്ള ആമ്പൽ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. ഈ കുളത്തിൽ മൊത്തം ആമ്പൽ കൊണ്ട് നിറയും, കാണാൻ മനോഹര കാഴ്ചയായിരിക്കും. അതുപോലെ ഈ സൈഡേ നമുക്ക് താമരക്കുളം കാണാൻ പോകാം. താമരക്കുളമായിട്ടില്ല, ചെറിയ കെട്ടും അതുപോലെ ചെറിയ ടാങ്കിലൊക്കെയാണ് അവർ താമര വളർത്തുന്നത്. അതുപോലെ ഇതുപോലെ ചെറിയ അരുവിത്തോട് കണക്ക് വെട്ടിവിട്ടിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെയൊക്കെ ആമ്പലാണ് നട്ടിരിക്കുന്നത്. കുളത്തിൽ മൊട്ടുമായി നിൽക്കുന്ന ആമ്പലിനെ കണ്ടോ, നിറയെ പിടിച്ച് വരുന്നുണ്ട്. ഇതാ നോക്കിയേ, കൊള്ളാം. ഇതാ ആ സെക്ഷനിലാണ് താമര ഉള്ളത്. താമര അതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഇതൊക്കെ താമര ഐറ്റങ്ങളാണ് മൊത്തം നട്ടിരിക്കുന്നത്. ഇതാ ഇവിടെ ഒരു താമരപ്പൂ നമുക്ക് കാണാം, ഫസ്റ്റ് നല്ല വെള്ള കളറിൽ പൂത്ത് നിൽക്കുന്നത്. കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ താമര മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല കാഴ്ചയിൽ നല്ല പൂക്കളായിട്ട് നിൽക്കുന്ന താമരയാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ട, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതാ നല്ല മൊട്ടുകളായി നിൽക്കുന്നതും അതുപോലെ നല്ല സെലക്ഷൻ കണ്ട് വാങ്ങാനും പറ്റുന്ന താമരയാണ് ഇവിടെ കുറേ ഉള്ളത്. എല്ലാം മൊട്ടിട്ട് വരുന്നതും വിരിഞ്ഞൊക്കെ നിൽക്കുന്ന താമര. ഇതൊക്കെ പൊഴിഞ്ഞു പോകാറായി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ താമര വിരിഞ്ഞങ്ങനെ നിൽപ്പുണ്ട്. നല്ല മനോഹര കാഴ്ചയിൽ നോക്കിയേ, നല്ല വഴിയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ആ ലാസ്റ്റ് സൈഡിലായിട്ട് കുറേ താമര വിരിഞ്ഞ് നിൽപ്പുണ്ട്. അവിടെ പോയി കണ്ടാലറിയാം ഏതെല്ലാം വെറൈറ്റി കളറിൽ വിരിഞ്ഞിട്ടുണ്ടോ. നോക്കിയേ, നല്ല കിട്ട് കളറിൽ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇതാ ഇവിടെയൊക്കെ കണ്ടോ, കുറേ വിരിഞ്ഞ് നിൽക്കുന്ന താമര നമുക്കിവിടെ കാണാം. ഓരോ താമരയും നല്ല വലുപ്പത്തിലാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. നോക്കിയേ, അത്ര നല്ല വലുപ്പമുണ്ടേ ഓരോ താമര. നോക്കിയേ, ഇവിടുത്തെ സെക്ഷനിൽ കുറച്ച് താമര വിരിഞ്ഞിട്ടുണ്ട്. ചെടിച്ചട്ടി കമിഴ്ത്തി വെച്ചുള്ള കൈവരികളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമിൻ്റെ സൈഡിലായിട്ടുള്ള കൈവരികളാണ്. നോക്കിയേ, എല്ലാം ചെടിച്ചട്ടിയിലാണ് ചെയ്ത് പണിതിരിക്കുന്നത്. കൊള്ളാം, നല്ല വഴിയും നല്ലൊരു കാഴ്ചയാണ്. ഇപ്പോഴും സമയമെന്ന് പറഞ്ഞാൽ 12:30 മണിയോളായി. നല്ല തിരക്ക് കൂടുന്നുണ്ട്. ചെടികൾ വാങ്ങാനും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഒരുപാട് ആൾക്കാരെ കൂട്ടങ്ങളാണ് വരുന്നത്. ആൾക്കാർ കൂടുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ട്രിവാൻഡ്രം കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ വലിയൊരു പ്ലാന്റാണ്. എല്ലാവരും ഇവിടെ വന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ വരണം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. ഒരുപാട് താമസങ്ങളുണ്ടായി ഒരു വീഡിയോ വരാൻ. അപ്പോൾ നമ്മളുടെ ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഒരു തുടക്കം കുറിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.